ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പല കുട്ടികളെ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആട്ടോ. ഞാൻ നേഴ്സിംഗ് കെയർ പ്ലാൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പല കുട്ടികളും ചോദിച്ചു, നേഴ്സിംഗ് കെയർ പ്ലാൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്കോർ തരിക എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ, എങ്ങനെയാണ് നേഴ്സിംഗ് കെയർ പ്ലാൻ നമ്മൾ എഴുതുമ്പോൾ ടീച്ചേഴ്സ് നമുക്ക് സ്കോർ തരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ നേഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുമ്പോൾ അതിനകത്ത് ഹിസ്റ്ററി കളക്ഷൻ ഉണ്ട്, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നേഴ്സിംഗ് ഡയഗ്നോസിസ് കണ്ടുപിടിച്ച് നേഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ടാക്കുക, എഴുതുക എന്നുള്ളത് 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഹിസ്റ്ററി കളക്ഷൻ. ഹിസ്റ്ററി കളക്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ, പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, സർജിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി, ന്യൂട്രീഷണൽ ഹിസ്റ്ററി, അതുപോലെ